യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ പ്രത്യേകം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അത്ഭുതങ്ങളുടെ അധ്യായങ്ങളാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതും പത്രോസിൻ്റെ ഭവനത്തിൽ സൗഖ്യം കൊടുക്കുന്നതും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈശോയെ വളരെ വ്യക്തമായിട്ട് കാട്ടിക്കും. ഒരു നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിച്ചും കൊണ്ട് ഞങ്ങളുടെ അതിർത്തികളെ വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവേ, ഈ ദൈവവചനം കേൾക്കുന്ന, ഈ ദൈവവചനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന എല്ലാ മക്കളും ഈ നവംബർ 2025 30-ാം തീയതി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇന്ന് സംഭവിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും മൂലം വേദനയാലും രോഗത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും കഷ്ടപ്പെടുന്ന മക്കളെ ഓർത്ത് വിലപിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഈശോ മിശിഹ ഇന്ന് തൊട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് ഈ ഭവനത്തിൻ്റെ മേൽ അനുഗ്രഹം ചൊരിയുന്നതിന് ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഇവരുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന്, അത് ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞതിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നപ്പാ. നീ ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി പറയുന്നു. ഇവരുടെ ജീവിതം അനുഗ്രഹമാകുന്നതിന് നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരിക. നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സമാധാനം ഈ മക്കൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.